നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയിലുള്ള കുറവും വിലക്കയറ്റവും പ്രതിരോധിക്കാൻ നിർണായക തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. നിലവിൽ ജൂൺ 30 വരെയാണ് പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിരിക്കുന്നതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക്, പാക്കേജിംഗ്, തുണിത്തരങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ, മറ്റ് നിർമ്മാണ വിഭാഗങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് ഏറെ ഗുണകരമായ തീരുമാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത വസ്തുക്കളുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് ഈ അടിയന്തര ഇടപെടൽ. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലും ഷിപ്പിംഗ് നിരക്കിലും വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതിനു പിന്നാലെ ക്രൂഡ് ഓയിൽ വില ഏകദേശം 50% വർദ്ധിച്ചിരുന്നു. നിലവിൽ ബാരലിന് 149 രൂപ എന്ന ഉയർന്ന നിരക്കിലാണ് എണ്ണവില. ഇന്ത്യയുടെ വ്യവസായ മേഖലയുടെ നട്ടെല്ലായ പെട്രോകെമിക്കൽ ഘടകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. പ്ലാസ്റ്റിക്, പാക്കേജിംഗ്, തുണിത്തരങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ഓട്ടോമോട്ടീവ് ഘടകങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് എന്തായാലും ഈ തീരുമാനം വലിയ ആശ്വാസമാകും. മെഥനോൾ, അൺഹൈഡ്രേറ്റ് അമോണിയ, ടൊലുയിൻ, സ്റ്റൈറീൻ, വിനൈൽ ക്ലോറൈഡ് മോണോമർ, പോളിബ്യൂട്ടാഡീൻ തുടങ്ങി 40ഓളം പ്രധാന ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി ചെലവ് കുറയുന്നതോടെ ഉൽപ്പന്നങ്ങളുടെ അന്തിമ വിലയിലും കുറവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. വ്യവസായ മേഖലയ്ക്കുള്ള ഇളവുകൾക്ക് പുറമെ ഇന്ധന വിലക്കയറ്റം പിടിച്ചു നിർത്താനും സർക്കാർ നേരത്തെ ഇടപെട്ടിരുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ വീതമാണ് കഴിഞ്ഞയാഴ്ച കുറച്ചത്. പെട്രോളിന് ലിറ്ററിന് 13 രൂപയായിരുന്ന എക്സൈസ് നികുതി 3 രൂപയായും ഡീസലിന് 10 രൂപയുണ്ടായിരുന്ന നികുതി പൂർണ്ണമായും ഒഴിവാക്കിയാണ് ചെയ്തത്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് വിതരണ സ്ഥിരത നിലനിർത്താനും ആഭ്യന്തര വിപണിയിലെ ആഘാതം കുറയ്ക്കാനും ഈ നടപടികൾ സഹായിക്കും. അടുത്ത 3 മാസത്തേക്ക് വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്റെ ഇരട്ടപ്രഹരം അഥവാ നികുതി കുറയ്ക്കലും തീരുവ ഒഴിവാക്കലും കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെയും അതിന്റെ ഫലമായി ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജൂൺ 30 വരെ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ കസ്റ്റംസ് തീരുവ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാലും ആഭ്യന്തര വ്യവസായത്തിന് പെട്രോകെമിക്കൽ ഘടക ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ചെലവ് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും രാജ്യത്തെ വിതരണ സ്ഥിരത സംരക്ഷിക്കുന്നതിനുമായി താൽക്കാലിക ആശ്വാസമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. തീരുവ ഒഴിവാക്കിയതിൽ മെഥൈലിൻ ക്ലോറൈഡ്, വിനൈൽ ക്ലോറൈഡ് മോണോമർ, പോളിബ്യൂട്ടാഡീൻ, സ്റ്റൈറീൻ ബ്യൂട്ടാഡീൻ, അൺസാച്ചുറേറ്റ് പോളിസ്റ്റർ റെസിനുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഷിപ്പിംഗ് റൂട്ടുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വളം, അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതിയെക്കുറിച്ചും ആശങ്ക ഉയരാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട്. എന്നാലും വളത്തിന്റെയും പെട്രോളിയത്തിന്റെയും പ്രധാന ഇറക്കുമതിക്കാരാണ് ഇന്ത്യ. അടുത്ത 3 മാസത്തേക്ക് ആഭ്യന്തര വിപണിയിൽ വില സ്ഥിരത നിലനിർത്താൻ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സഹായിക്കും എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.